ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. വാട്സപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസി കാരണം സിഗ്നൽ, ടെലിഗ്രാം എന്നീ ആപ്പുകളുടെ ഡൗൺലോഡ് കൂടിയിരിക്കുകയാണ്. ഏസർ ക്രോംബുക്ക് സ്പിൻ 514 എന്ന ലാപ്ടോപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിലെ AMD Ryzen 3000 C സീരീസിൽ വരുന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 360 ഡിഗ്രി ഹിഞ്ചും വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് $429, അതായത് ഏകദേശം 35,000 രൂപ. വാട്സപ്പിലെ മൾട്ടി ഡിവൈസ് സപ്പോർട്ടിൻ്റെ പബ്ലിക് ടെസ്റ്റിംഗ് അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ലെനോവോ യോഗ 9i, യോഗ 7i, ഐഡിയാപാഡ് സ്ലിം 5i എന്നീ ലാപ്ടോപ്പുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 11th ജനറേഷൻ ടൈഗർ ലൈക്ക് പ്രോസസ്സറാണ് വരുന്നത്. ലെനോവോ യോഗ 9iയുടെ വില വരുന്നത് 1,69,990 രൂപയാണ്. ലെനോവോ യോഗ 7iയുടെ വില വരുന്നത് 99,000 രൂപയാണ്. ലെനോവോ ഐഡിയാപാഡ് സ്ലിം 5iയുടെ വില വരുന്നത് 63,990 രൂപയാണ്. OnePlus ബാൻഡിൻ്റെ പുതിയ ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ SPO2 മോണിറ്റർ വരുമെന്നും അതുപോലെ തന്നെ 14 ദിവസത്തെ ബാറ്ററി ലൈഫ് വരുമെന്നുള്ള കാര്യവും കൊടുത്തിട്ടുണ്ട്. ഈ സ്മാർട്ട് ബാൻഡ് ജനുവരി 11 ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. LG 2021 സ്മാർട്ട് TV ലൈനപ്പുകൾക്ക് വേണ്ടിയിട്ട് LG WebOS 6.0 സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. OnePlus വാച്ച്, OnePlus വാച്ച് RX, OnePlus ബാൻഡ് എന്നീ OnePlusൻ്റെ സ്മാർട്ട് വാച്ചുകൾ വരാൻ പോകുന്നു. OnePlusൻ്റെ ഹെൽത്ത് ആപ്പിൽ നിന്നാണ് ഇക്കാര്യം അറിയാൻ കഴിഞ്ഞത്. ASUS ROG ഫോണിൽ Android 10 അപ്ഡേറ്റ് ലഭിക്കില്ല. ZenTalk കമ്മ്യൂണിറ്റി ഫോറം മോഡറേറ്ററാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. LG ലോകത്തിലെ ആദ്യത്തെ iSafe സർട്ടിഫൈഡ് TV ഡിസ്പ്ലേ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 65 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ ക്യാമറയുടെ കാര്യത്തിൽ 2023 വരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ട്. സോണി ലോകത്തിലെ ആദ്യത്തെ കോൺജനേറ്റീവ് ഇൻ്റലിജൻസുമായിട്ട് വരുന്ന ബ്രാവിയ XR TVകൾ അൺവീൽ ചെയ്തിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പബ്ജിയുടെ ഇന്ത്യയിലെ ബാനിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പറഞ്ഞിരിക്കുകയാണ്. MI Band 5 ചാർജ് ചെയ്യുന്ന സമയത്ത് ബ്ലാസ്റ്റ് ആയതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരിക്കുകയാണ്. OnePlus ലൈക്കയുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നില്ല എന്നാണ് പുതിയ റിപ്പോർട്ട്. ഇവർ പാർട്ട്ണർഷിപ്പ് ചെയ്യുമെന്നുള്ള ന്യൂസുകൾ മുമ്പുണ്ടായിരുന്നു. OnePlus 8ലും OnePlus 8 Proയിലും Android 11 ബേസ് ചെയ്തിട്ടുള്ള OxygenOS 11ൻ്റെ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. Huawei P50 Proയുടെ പുതിയ ഇമേജസ് ലീക്കായിരിക്കുകയാണ്. ഇതിൽ വാട്ടർഫോൾ സ്ക്രീനാണ് കാണിക്കുന്നത്. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. Honor V40 എന്ന ഫോൺ ജനുവരി 18 ലോഞ്ച് ചെയ്യുമെന്ന് Honor ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരും. പിന്നെ ഈ ഫോണിൽ MediaTekൻ്റെ Dimensity 1000+ എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. സാംസങ് Z Flip 3 എന്ന ഫോൾഡബിൾ ഫോണിൽ സാംസങ് S21ലേതുപോലുള്ള ക്യാമറ മോഡ്യൂൾ ഡിസൈൻ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. നോക്കിയ 6.3 എന്ന ഫോണിൻ്റെ പുതിയ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് ആയിരിക്കും വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരും. സർക്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ബട്ടൺ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരും. പിന്നെ ഈ ഫോണിൽ 6.45 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസിലുള്ള ഡിസ്പ്ലേ വരാനാണ് സാധ്യത. കൂൾപാഡ് കൂൾ S എന്ന ഫോൺ നേപ്പാളിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. MediaTekൻ്റെ Helio P60 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 25 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. മോട്ടറോളയുടെ മോട്ടോ G Stylus 2021, മോട്ടോ G Power 2021, പിന്നെ മോട്ടോ G Play 2021 എന്നീ ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ മോട്ടോ G Stylus 2021ൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ S Pen സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. Snapdragon 678 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 4000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് $300, അതായത് ഏകദേശം 22,000 രൂപ. പിന്നെ മോട്ടോ G Power 2021ൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ Snapdragon 662 എന്ന പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് $250, അതായത് ഏകദേശം 18,300 രൂപ. പിന്നെ മോട്ടോ G Play 2021ൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്.
സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് $170, അതായത് ഏകദേശം 12,400 രൂപ. മോട്ടറോള 1 5G Ace എന്ന ഫോൺ നോർത്ത് അമേരിക്കയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് $399, അതായത് ഏകദേശം 29,250 രൂപ. ലാവയുടെ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന 5G ഫോണുകൾ വരുന്നു. 15,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിൽ വരുന്ന 5G ഫോണുകൾ ലോഞ്ച് ചെയ്യുമെന്ന് ലാവ പ്രസിഡന്റ് സുനിൽ റെയ്ന പറഞ്ഞിരിക്കുകയാണ്. ഓപ്പോ ഫൈൻഡ് X3 ലൈറ്റ് എന്ന ഫോൺ ഓപ്പോ റെനോ 5G എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. റെഡ്മി നോട്ട് 9T അതുപോലെ റെഡ്മി 9T എന്നീ ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ റെഡ്മി നോട്ട് 9Tയിൽ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800U എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 20,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ റെഡ്മി 9Tയിൽ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 14,300 രൂപ പ്രൈസ് റേഞ്ചിലാണ്. റെഡ്മി നോട്ട് 10 Pro എന്ന ഫോൺ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ മാർച്ച് ആദ്യത്തിലായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് റിപ്പോർട്ട്. റിയൽമി V15 5G എന്ന ഫോൺ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800U എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരും. പിന്നെ 4310 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.